നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത്തിരി മണ്ണ് വാങ്ങിക്കാനുള്ള കാശ ആ ദുഷ്ടം കൊണ്ടുപോയത്. ഇനി എനിക്കും എന്റെ മക്കൾക്കും കൂട്ടത്തോടെ ചാവാനേ പറ്റൂ. 8 ലക്ഷമാ മോളെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. അത് വെച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതെന്നറിയോ? നോക്ക്, നമുക്ക് എല്ലാവർക്കും കൂട്ടി വെച്ചതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ ഒരാൾ നമ്മളെ പറ്റിച്ച് ഈ നാട്ടിൽ നിന്ന് പോവാൻ പാടില്ല. നമുക്ക് പരാതി കൊടുക്കാം, പോലീസുകാരെ വെച്ച് അന്വേഷിപ്പിക്കാം. അതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മോളെ. എങ്കി വാ, നമുക്കിപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. വാ. എന്റെ ഭഗവതി, ആകാശം ഇടിഞ്ഞു വീണാലും അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞ് നടന്നിരുന്ന എന്റെ കൊച്ച ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? പോട്ടെ മോളെ, നമുക്ക് മാത്രമല്ലല്ലോ, ആയിരക്കണക്കിന് ആളുകൾക്കല്ലേ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നേ. കൊണ്ടുപോട്ടെ ആ പരമദുഷ്ടൻ. നന്ദിനി, എന്താ ഒന്നും മിണ്ടാത്തെ? ചെറിയ പ്രതീക്ഷയൊന്നും അല്ലായിരുന്നു മോളെ. കയ്യിൽ കിട്ടിയതും മിച്ചം പിടിച്ചതൊക്കെ കൊണ്ടുപോയി കൊടുത്തത് അയാളുടെ അടുത്ത. 1-2 തവണ ചെട്ടി പിടിക്കാതിരുന്ന തന്നെ ഒന്നെങ്കിൽ നിങ്ങളുടെ പഠിപ്പിന് പണം ആവശ്യം വരുമ്പോ എടുക്കാം, അല്ലെങ്കിൽ എത്ര കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എവിടെയെങ്കിലും 2 സെന്റ് ഭൂമി വാങ്ങിച്ചിട്ട് അവിടെ ഒരു കൂര കുത്തി കൂടുന്നെന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ലേ? മുത്തശ്ശി ഭഗവതിയെ വിളിച്ച് എപ്പോഴും പറയുന്നത് അത് തന്നെയല്ലേ? നമുക്ക് വിധിച്ചിട്ടില്ല മോളെ. എത്ര കാലം ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റും അച്ഛാ? നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടോ? ഒരു തരി മണ്ണുണ്ടോ? കേറി കിടക്കാൻ ഒരിടമുണ്ടോ? ഇതൊക്കെ മുതലാളിയുടെ അല്ലേ? അതോർത്തപ്പോ എന്റെ കൈവിട്ട് പോയി. എനിക്ക് നിങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്നെ കൊണ്ട്. ചേച്ചി, എല്ലാവരും പറയും സുദേവന്റെയും മക്കളുടെയും കയ്യില് കാശൊക്കെ ഉണ്ടാവുന്നു, പുറത്ത് കാണിക്കാത്തതാണെന്ന്. ഉണ്ടായിരുന്നത് പോയി എന്നറിയുമ്പോ എല്ലാവർക്കും സന്തോഷാവുകയും ചെയ്യും. ഇനി എന്നാ ഇത്രയൊക്കെ കൂട്ടിവെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന? ഭഗവതി, ഒരു വഴി കാണിച്ചു തരും മോളെ. നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ നോക്കിക്കോ, ഈ കാശ് കൊണ്ടുപോയവൻ ഗതി പിടിക്കില്ല. അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഈ നാട്ടുകാരുടെ കാൽക്കൽ തന്നെ അവൻ വന്ന് വീഴും. ഭഗവതി അവനെ വീഴ്ത്തിക്കും. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം വരദരം വിഷ്ണും ശശിവർദ്ധനം.
സർവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ വക്രതുണ്ടമഖാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദഃ സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ ഓം ഹ്രീം നമഃ ശിവായ. സുദേവന്റെ നാള് പ്രകാരം ഗണിക്കുമ്പോൾ അല്പം കഷ്ടകാലമാണ്. വിഷമിക്കണ്ട, അതങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. ഒരു തരത്തിൽ പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചു എന്ന് പറയുന്നതിലും തെറ്റില്ല. അല്ല ജ്യോത്സ്യരെ, മോളുടെ ജാതകം നോക്കിയിട്ട് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതാണ്. നന്ദിനിയുടെ നാള് വെച്ച് പരിശോധിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില യോഗങ്ങൾ കുട്ടിയെ തേടി വരാനിരിക്കുന്നതായി കാണുന്നുണ്ട്. എന്നുവെച്ചാ അത് ഏത് രീതിയിലും ആവാം. എന്തായാലും യോഗം ചെറുതല്ല. മഹാറാണിയെപ്പോലെ വാഴും എന്നാണ് നാള് പ്രകാരം കാണുന്നത്. ജോത്സൻ വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട. ജ്യോതിഷത്തിൽ കണക്കുകളേ ഉള്ളൂ കുട്ടി, അതിൽ പിഴവില്ല. കുട്ടി നോക്കിക്കൊള്ളൂ, അധികം വൈകാതെ ഒരു മഹാഭാഗ്യം കുട്ടിയെ തേടിയെത്തും. മദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതേതിനോടും ചേരും, ആരോടും ചേരും.